കൂടുതൽ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ച് താമരശ്ശേരി ചുരം റോഡ് ഇരുവശവും പൂർണ്ണമായും അടച്ചു. കോഴിക്കോട് ഭാഗത്തു നിന്ന് വയനാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുറ്റ്യാടി വഴിയും മലപ്പുറം ഭാഗത്തു നിന്നും വയനാട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾ നിലമ്പൂർ നാടുകാണി ചുരം വഴിയും തിരിഞ്ഞു പോകണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, ഇനിയും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് എന്ന് നേരത്തെ സുർജിത്ത് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലീസും അതുപോലെ കളക്ടറും ജനപ്രതിനിധികളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നതിൽ ഒരു കൃത്യത ഇനിയും വന്നിട്ടുമില്ല. എന്താണ് ഇനിയുള്ള നീക്കങ്ങൾ? ഈ ഗതാഗതം തടഞ്ഞു, അത് നാളെ പകലൊക്കെ കൂടുതൽ പരിശോധനകളൊക്കെ വേണ്ടിവരും എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും വിജയകുമാർ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കൃത്യമായ ഒരു പഠനം ഇതിൽ നടക്കേണ്ടതുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്, എങ്ങനെയാണ് ഈ മണ്ണിടിഞ്ഞത് ഉൾപ്പെടെയുള്ള വനമേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ ഉൾപ്പെടെയുള്ള ഒരു പരിശോധന നാളെ പകൽ സമയത്ത് നടക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും മണ്ണിടിയാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. അതുകൊണ്ട് തന്നെയാണ് ഈ ചുരത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നത്. ലക്കിടിയിലും താഴെ അടിവാരത്തും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അതുവഴിയുള്ള വാഹനങ്ങൾ, അതായത് കോഴിക്കോട് ജില്ലാ കളക്ടർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയിച്ച കാര്യം, താമരശ്ശേരി ചുരത്തിൽ കൂടുതൽ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ച് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തൽക്കാലത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയെന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വഴിയോ നാടുകാണി ചുരം വഴിയോ തിരിഞ്ഞു പോകണം എന്ന ഒരു നിർദ്ദേശമാണ് കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്.